ജാക്ലിൻ ഔട്ടായത് എങ്ങനെ? മിഡ് വീക്ക് എവിക്ഷൻ ആണോ പണപ്പെട്ടിയാണോ? ഇന്നലെ വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്ലിൻ എവിക്റ്റ് ആയി, പക്ഷെ അത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ളത്. പക്ഷെ അതിന് താഴെ കുറെ പേര് മിഡ് വീക്ക് അല്ല, നീ എന്തൊക്കെയാ വിളിച്ചുകാരി പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയില്ല, ഞാനത് അറിയുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല വൈകി അറിഞ്ഞപ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാത്ത വീഡിയോ ആ സമയത്ത് ഇടണ്ടാന്ന് കരുതി. അപ്പൊ ജാക്ലിൻ ഔട്ടായത് എങ്ങനെയാണ്, അതിന്റെ ഒരു ഡീറ്റെയിൽ സംഭവം കിട്ടിയിട്ടുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. അപ്പോ ഞാൻ അറിഞ്ഞത് ജാക്ലിൻ ഔട്ടായത് പണപ്പെട്ടി എടുത്തിട്ട് തന്നെയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞു തരാം. പ്രൊമോസ് ഒക്കെ ഇപ്പൊ ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട്, അതൊന്നും നോക്കിയല്ല ഞാൻ പറയുന്നത്. എനിക്ക് അപ്ഡേറ്റ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നലെ അവര് രാവിലെ ഫസ്റ്റ് പണപ്പെട്ടി വെച്ചത് 45 മീറ്റർ കൊടുത്തിട്ട് 2 ലക്ഷം രൂപ എടുക്കാനാണ്. അതിന്റെ പ്രൊമോ ഓൾറെഡി വന്നിട്ടുണ്ട്. 45 മീറ്റർ 2 ലക്ഷം രൂപയാണ് പണപ്പെട്ടിയിലുള്ളത്. അത് പവിത്ര എടുക്കുന്നുണ്ട്. പവിത്ര പണപ്പെട്ടി എടുത്ത് വീടിനകത്ത് കയറുന്നുണ്ട്. ആ പ്രൊമോ ഇന്ന് വന്നിട്ടുണ്ട്. പവിത്ര കയറുന്നതെന്നല്ല, പവിത്രയുടെ ആ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പവിത്ര അതിനകത്ത് എടുക്കുന്നുണ്ട്, കയറുന്നുണ്ട്. ആ പ്രൊമോയില് പവിത്രയും ജാക്ലിനും നമ്മൾ ഞാൻ പോവാൻ നീ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ജാക്ലിൻ പറയുന്നുണ്ട് പവിത്ര നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് പവിത്ര പോയി പണപ്പെട്ടി എടുത്ത് തിരിച്ച് വീട്ടിൽ കയറുന്നുണ്ട്. അടുത്ത രണ്ടാമത് ഞാൻ അറിഞ്ഞത് 10 ലക്ഷം വെച്ചു എന്നാണ് കേട്ടത്. ഈ 10 ലക്ഷത്തിന്റെ ദൂരം എത്രയാണെന്ന് അറിയത്തില്ല. അത് സൗന്ദര്യം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സൗന്ദര്യ വീടിന്റെ പുറത്തിറങ്ങി പാതി വഴി എത്തിയപ്പോൾ സൗന്ദര്യക്ക് അയ്യോ പറ്റൂല എന്ന് പറഞ്ഞ് ടെൻഷൻ കയറി സൗന്ദര്യം എന്ത് ചെയ്തു, നേരെ വന്ന് തിരിച്ച് വീട്ടിൽ കയറി. വീട്ടിൽ കയറിയപ്പോഴത്തേക്കും സൗന്ദര്യക്ക് പെട്ടി എടുക്കാൻ പറ്റില്ല. പക്ഷെ സൗന്ദര്യ വീട്ടിൽ കയറി. ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞത് നിങ്ങൾക്ക് പാതി വഴിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറാൻ കുഴപ്പമൊന്നും ഇല്ലാന്ന്. അപ്പൊ സൗന്ദര്യം സേഫായി, ഗെയിം ജസ്റ്റ് അറ്റൻഡ് ചെയ്തതുമായി, പണപ്പെട്ടി കിട്ടിയില്ലെങ്കിൽ എല്ലാം ഓക്കെ ആയി. ഇനി അടുത്ത് പിന്നെ ഒരു 8 ലക്ഷം വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ 8 ലക്ഷത്തിന്റെ കേസ് നമുക്ക് മാറ്റി വെക്കാം, കാരണം ഒരു പ്രൊമോയും കൂടി വന്നിട്ടുണ്ട്. ആ പ്രൊമോ കൂടി നമുക്ക് പറഞ്ഞിട്ട് 8 ലക്ഷത്തിലോട്ട് പോകാം. അതായത് ഒരു 5 ലക്ഷം എടുക്കുന്ന ഒരു കേസാണ്. 60 മീറ്റർ ആണ് ദൂരം, വീട്ടിൽ നിന്നും 60 മീറ്റർ ആണ് ദൂരം. അപ്പൊ വിശാലും റയാനും മുത്തും 3 പേരും പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അവസാനം വിശാല് ഞാൻ പോവാം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുവാണ്. 3 പെട്ടിയുണ്ട്, അതിനകത്ത് ഏതോ ഒരു പെട്ടിയിൽ മാത്രമേ 5 ലക്ഷം ഉള്ളൂ, തുറക്കാനും പറ്റത്തില്ല, എടുത്തോണ്ട് വരണം. അപ്പൊ എന്ത് ചെയ്യും, വിശാല് പോയി ആ പെട്ടി എടുത്തോണ്ട് വരുമ്പോ സൗന്ദര്യ കിടന്ന് വിശാൽ 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 എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നുണ്ട്. ഈ പ്രൊമോയുടെ തുടക്കത്തിൽ ജാക്ലിൻ ഉണ്ട്. വിശാൽ പെട്ടി എടുത്തോണ്ട് വരുന്ന സമയത്ത് ജാക്ലിൻ ഇല്ല. ഞാൻ അറിഞ്ഞത് ജാക്ലിൻ ഔട്ടായതിനു ശേഷമാണ് ഈ വിശാലിന്റെ പെട്ടി വെച്ചത്. എനിക്ക് അറിയത്തില്ല കേട്ടോ, ആ കേസ് എനിക്ക് അറിയില്ല. അത് നമുക്ക് മാറ്റി വെക്കാം. എന്തായാലും വിശാല് പെട്ടി എടുത്തോണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. 5 ലക്ഷം. ഇനി അടുത്ത് ജാക്ലിൻ ഔട്ടായ കേസാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വൈകുന്നേരം എന്തോ ആണ് സംഭവം നടന്നത്. അതിനകത്ത് വൈകുന്നേരോ രാത്രിയോ അതിനകത്ത് 8 ലക്ഷം രൂപ പണപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 35 സെക്കൻഡ് സമയവും 75 മീറ്റർ ദൂരത്തിലാണ് വെച്ചത്. 35 സെക്കൻഡ് സമയമാണ് അതിനകത്ത് കൊടുത്തിരുന്നത് ജാക്ലിന് പോയിട്ട് തിരിച്ചു വരാനായിട്ട്. ജാക്ലിൻ തിരിച്ചു വന്നതിൽ 2 സെക്കൻഡ് വൈകിപ്പോയി. 37 സെക്കൻഡായി വാതിൽ ക്ലോസ് ആയി. അങ്ങനെയാണ് ജാക്ലിൻ ഔട്ട് ആവുന്നത്. അതിനുശേഷം 20 മിനിറ്റ് ബിഗ് ബോസ് വീടിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ മൊമെന്റ് ആണ്. നിങ്ങൾക്ക് ഇന്ന് ലൈവ് കാണുമ്പം അറിയാൻ പറ്റും. ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം വരുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് ഇടുക. ജാക്ലിൻ പ്ലേ ചെയ്യാൻ പോകുന്ന ടൈം അവിടെ എനിക്കൊന്ന് എന്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബ് കമന്റിലോ എവിടെയെങ്കിലും മെസ്സേജ് ഇട്ടു. അത് കാരണം എനിക്ക് ഇന്ന് ലൈവ് കാണണം, കാരണം അത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ഔട്ട് ആവുകയാണ്. അപ്പൊ ആക്ച്വലി അങ്ങനെയാണ് ഔട്ട് ആവുന്നത്. വീട്ടുകാർ ബിഗ് ബോസിനെ ചോദിക്കുന്നൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അയ്യോ ജാക്ലിനെ കയറ്റിവിടെ എന്നൊക്കെ. പിന്നെ റാണവൊക്കെ ഇന്ന് തിരിച്ചു വരുന്നുണ്ട്. മഞ്ചരിയുടെ കാര്യം അറിയത്തില്ല. റാണവിന്റെ പ്രൊമോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ പറയാനുള്ള ഒരു വിഷയം, ഞാൻ ഇന്നലെ ടാഗ് ഇങ്ങനെ കൊടുത്തത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മിഡ് വീക്ക് എവിക്ഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു സാധനം അവർ ഈ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി തന്നെയാണ്. പണപ്പെട്ടി ഈസ് എക്സാക്ട്ലി ലൈക്ക് മിഡ് വീക്ക് എവിക്ഷൻ. ഇതുവരെയുള്ള പണപ്പെട്ടികളെല്ലാം ഔട്ട് ആവുന്നവർക്ക് കിട്ടും, ഇവിടെ പണപ്പെട്ടി ഔട്ട് ആവുന്നവർക്ക് കിട്ടില്ല, വീട്ടിനകത്ത് നിൽക്കുന്നവർക്ക് കിട്ടും. അപ്പൊ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മിഡ് വീക്ക് എവിക്ഷൻ. അത് നമ്മൾ ചിന്തിക്കും പോലെ ഇരിക്കും. ജാക്ലിൻ ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്. ജാക്ലിൻ ഈ പണപ്പെട്ടി എടുക്കാൻ പോകുന്നതിന്റെ റീസൺ, ഇന്നലെ മെനിങ്ങന്നൊക്കെ പോവില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ജാക്ലിന് പോകാനുള്ള റീസൺ പറഞ്ഞുതരാം. ജാക്ലിൻ അതിനകത്ത് പറയുന്നുണ്ടെന്ന് 14 ആഴ്ചയായിട്ട് എന്നെ സേവ് ചെയ്ത പ്രേക്ഷകരാണ്. അപ്പൊ ആ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് പോയി ട്രൈ ചെയ്യുന്നുണ്ട്. 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ജാക്ലിൻ ഔട്ടായിരിക്കുന്നത്. ജാക്ലിന്റെ കയ്യിലുള്ള ഇരിപ്പുണ്ട് തന്നെയാണ്, നമുക്കൊന്നും പറയുന്നത്. സൗന്ദര്യം ട്രൈ ചെയ്തതോ, സൗന്ദര്യം തിരിച്ച് കയറിയില്ല. പക്ഷെ ഭയങ്കര ഒരു വിഷമം തോന്നുന്നു, കാരണം ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 3 വരേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജാക്ലിൻ എവിക്റ്റഡ് ആണ്.
ഇങ്ങനെയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് എപ്പിസോഡിന്റെ റിവ്യൂവിൽ കാണാം ബാക്കി സംഭവങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.